ഈ വൈകിയ വേളയിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുണ്ടായ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബോച്ചെ എനിക്ക് അത്ര കണ്ട് വലിയ ഇഷ്ടമുള്ള ഒരാളല്ലായിരുന്നു. ബോച്ചയുടെ പല പ്രവൃത്തികളും എനിക്ക് ഇഷ്ടക്കേടായിരുന്നു. പക്ഷെ ഈ ഒരു കേസിനോട് കൂടി ബോച്ചയോട് വലിയ ഇഷ്ടം കൂടി. അതിന്റെ പ്രധാന കാരണക്കാർ ഈ ബോച്ചെ വളഞ്ഞിട്ട് ആക്രമിച്ച മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള നമ്മുടെ ഭരണകൂടം അടക്കമുള്ള ആളുകളാണ്. അവർക്കുള്ള ചെകിട്ടത്തുള്ള അടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതായത് ഈ ബോച്ചയുടെ ആരാധകർ ഒന്നുമല്ലാത്ത ആൾക്കാർക്ക് പോലും രോമം എണീക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ് കണ്ടത്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ആളുകൾ ബോച്ചെ സ്വീകരിക്കാൻ എത്തിയെന്നുള്ളതാണ് വാസ്തവം. ഇതെല്ലാവരും ഒന്നും ഫിജി കണ്ട ആൾക്കാരൊന്നുമല്ല. ഈ പറഞ്ഞ മെൻസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് പണ്ട് ദിലീപിനെ സ്വീകരിക്കാൻ വന്ന കൂടുതലും ദിലീപ് ഫാൻസ് അസോസിയേഷനിലെ ആൾക്കാർ പൈസ കൊടുത്തുകൊണ്ട് വന്നതാണ്. എന്നാൽ ഇവിടെ ഒരു പൈസയും കൊടുക്കാതെ, ജോലിക്കാരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, ഒരു പൈസയും കൊടുക്കാതെ അവരെല്ലാവരും സ്വീകരിക്കാൻ വേണ്ടി എത്തി. എനിക്ക് തോന്നുന്നത് ഒരു ജാമ്യത്തിൽ ഇറങ്ങുന്ന വ്യക്തിക്ക് ഇത്രയും അധികം സ്വീകരണം കണ്ടത് കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ സന്തോഷകരമായ ധൃതംഗ പുളകിതരാവുന്ന ഒരു ദൃശ്യം. ഇതിന്റെ തുടക്കം മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, ഇത് അന്യായമായ കാര്യങ്ങളാണ് ബോച്ചെ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ചെയ്തത്. ഇദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഒരു വാണിങ്ങോ മറ്റോ കൊടുത്തു വിടുക, അല്ലെങ്കിൽ ആ വാണിങ്ങിലും ഒതുങ്ങിയില്ലെങ്കിൽ പിന്നീട് അറസ്റ്റ് ചെയ്യുക, അത്തരം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്നിരിക്കെ ഈ രീതിയിൽ ഇദ്ദേഹത്തെ വളരെ മോശമാക്കി ഒരു കൊടും കുറ്റവാളിയെ കൊണ്ടുപോകുന്ന രീതിയിൽ കൊണ്ടുപോയി ടോർച്ചർ ചെയ്ത് ഈ രീതിയിലാക്കിയതിന്റെ ഫലമായി തന്നെയാണ് ഇത്രയും അധികം ജനപ്രീതി ഇദ്ദേഹത്തിന് വർദ്ധിക്കാൻ കാരണം. ജനപ്രീതി പഴയിൽ നിന്നും 10 മടങ്ങ് അല്ലെങ്കിൽ അതിലും ഒരുപാട് കൂടുതൽ ജനപ്രീതി ഉണ്ടാക്കി കൊടുത്ത് മറുവശത്ത് നിൽക്കുന്നത് സിനിമാക്കാരും സിനിമാ താരവുമാണെന്ന് ഓർക്കണം. അവർക്കൊന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു ഫാൻ ബേസ് എന്തുകൊണ്ട് ഈ ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന ഒരു വ്യവസായി ഉണ്ടാക്കിയെടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിസ്സംശയം അതിനുള്ള മറുപടി ജനങ്ങൾ തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം. ദൈവമാണ് സാറ്. ഇതാ ചങ്കോട് ചേർത്ത് പിടിച്ചിട്ടുള്ളത്. ഞങ്ങക്ക് അന്നാന്ന് ഭക്ഷണം തരുന്ന ആളാ. കണ്ടത്തുനിന്ന് പണിയെടുത്താ വരുമ്പത്തുനിന്ന് കൂലി തരുന്ന സാറാ. രാത്രി 12 മണിയാകുമ്പോ തന്നെ നമുക്ക് കൂലി കിട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങള് ഇന്ന് ജോലി ചെയ്ത രാത്രി 12 മണിയാകുമ്പോ തന്നെ സാറ് കൂലി എത്തിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വ്യക്തിപരമായ ഒരു സാധനങ്ങളോട് ഒരു വൈരാഗ്യമില്ല. എന്നെ സാറിനൊന്ന് കണ്ടു കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. ഒരു മുതലാളി എന്ന നിലയിൽ എന്നും ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളാണ് ബോബി ചെമ്മണ്ണൂർ എന്നാണ് ഇവർ സ്ത്രീകളടക്കമുള്ളവർ പറയുന്നത്. ഞാൻ തുടക്കം മുതലേ പറയുന്ന ഒരു കാര്യമാണ്, ഒരുപാട് കുറ്റങ്ങൾ ബോച്ചയിൽ മുദ്ര കുത്തുമ്പോഴും ഈ ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ ആരും ചെയ്യാത്ത 10,000-കണക്കിന് ആളുകൾക്ക് അന്നദാതാവായി മാറുന്ന ഒരു വ്യക്തിയാണ്. 10,000 അല്ല, അതിൽ കൂടുതൽ ആളുകൾക്ക് അന്നദാതാവായി അവിടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് പാത്രമായി മാറുന്ന ഒരു വ്യക്തിയാണ് ബോബി ചെമ്മന്നൂർ. ബോബി ചെമ്മന്നൂരിനെ ഈ വിഷയത്തിൽ ജാമ്യം കൊടുക്കരുത്, അല്ലെങ്കിൽ ബോബി ഉന്മൂലനം ചെയ്യണമെന്ന് വാശി പിടിച്ച ആൾക്കാരുടെ ചെകിട്ടത്തിട്ടുള്ള ഒരു അടി തന്നെയാണ് ഈ സാധാരണ ജനങ്ങളുടെ വാക്കുകളെന്ന് നിസ്സംശയം പറയാം. ഇത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ രീതിയിലുള്ള വലിയൊരു സ്വീകരണം ബോബി ചെമ്മന്നൂറിന് കിട്ടും ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ. അത് അക്ഷരം പ്രതി ശരിയായിരിക്കുന്നു. ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന വ്യക്തിയെ ജനം നെഞ്ചോട് ചേർത്തിരിക്കുന്നു, ജനങ്ങൾ നെഞ്ചിലേറ്റിയിരിക്കുന്നു. പ്രത്യേകിച്ചും സ്ത്രീ ജനങ്ങൾ ബോബി ചെമ്മന്നൂറിനെ നെഞ്ചിലേറ്റിയിരിക്കുന്നു. ഈ പറയുന്ന പോലെ വസ്ത്രവിധാനം ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇടാമെന്നുള്ള കാരണം പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ആരെങ്കിലും ഒരാൾ ബിക്കിനിയിട്ട് ഇനോഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഓക്കെ ആണെന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് സമാനമായ കുറ്റകൃത്യങ്ങൾ മുൻപും ഇയാൾ ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കുറ്റകൃത്യം? കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ ഒരാൾ ഇന്റൻഷനലി എന്തെങ്കിലും ചെയ്താലാണ് അത് കുറ്റകൃത്യം. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന ഇന്റൻഷനെ അല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞ കേസിന് ആസ്പദമായ സംഭവത്തിൽ എന്താണ് ഇന്റൻഷൻ? അത് ഈ പബ്ലിക്കിന്റെ മുമ്പിൽ ഇത്രയും പറയില്ലല്ലോ. ഇനി അഥവാ ഇൻ കേസ് അങ്ങനെ ആണെങ്കിൽ തന്നെ അനീറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് അപ്പൊ തന്നെ ആ ഒരു ഇത് ഇറങ്ങി വരായിരുന്നു അല്ലേ? അല്ലാതെ കഴിഞ്ഞിട്ടല്ലോ. ഇപ്പൊ ഞങ്ങളൊക്കെ സ്ത്രീകളാ, ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു സ്ഥലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 4 മാസം കഴിഞ്ഞിട്ടല്ലേ കേസ് കൊടുക്കുക. നമുക്കത് അത് ഫിലിം ഫീൽഡ് പോലെയുള്ളൊരു മേഖലയിലുള്ള ഒരു വ്യക്തികൾക്ക് അവർക്ക് എന്തെങ്കിലും ഒന്ന് ഫേസ് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ സംഘടനയുണ്ട്. സാധാരണ ആൾക്കാർ പോലും അല്ല. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? അപ്പൊ തന്നെ അവർ ബഹിഷ്കരിക്കായിരുന്നു. 4 മാസം കഴിഞ്ഞിട്ട് പറയുമ്പോൾ ഈ കാണുന്ന ജനങ്ങളൊക്കെ പൊട്ടന്മാരല്ലോ. അതൊക്കെ നമുക്ക് ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ അതിന്റെ പിന്നിലൊക്കെ വേറെ കളികൾ ഉണ്ടാവുന്നത് ഏകദേശം സാധാരണ ജനങ്ങൾക്ക് കുറ്റക്കാരി എന്നുള്ളതല്ല. പ്രതികരിക്കേണ്ട സാധനത്തിൽ പ്രതികരിക്കണം. അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുക? പ്രതികരിക്കുക. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ പറയുന്ന ബോച്ച എന്ന് പറയുന്ന ഒരാള് 4 ദിവസം നമുക്കിപ്പോ ഈ അനീറോസ് എന്ന് പറയുന്ന വ്യക്തി മാപ്പർഹിക്കാത്ത ശിക്ഷ ബോച്ച ചെയ്തിട്ടുണ്ടോ? ഈ ഒരു താരതമ്യേന അത്ര കണ്ട് പ്രാധാന്യമില്ലാത്തൊരു കേസിൽ ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന വ്യക്തിയെ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങിയ വാർത്താ മാധ്യമങ്ങൾക്കെതിരെ, ആ വാർത്താ മാധ്യമങ്ങളെ സാക്ഷിയായിക്കൊണ്ട്, ആ റിപ്പോർട്ടർമാരെ സാക്ഷിയാക്കിക്കൊണ്ട്, ആ വാർത്താ ചാനലുകളെ കൊണ്ട് ബോബി ചെമ്മന്നൂരിനെ നെഞ്ചിലേറ്റുന്ന ജനങ്ങളുടെ ജനരോഷം അല്ലെങ്കിൽ ജനങ്ങളുടെ ആ ഒരു സ്നേഹവായ്പ് ഏറ് ജയിക്കാൻ ബോബിക്കായി എന്നുള്ളതാണ് ബോബിയുടെ ഏറ്റവും വലിയ വിജയം. ഇത് തന്നെയാണ് ബോബിയുടെ ഏറ്റവും വലിയ വിജയം. കഴിഞ്ഞ 6 ദിവസങ്ങളായിട്ട് ബോബി ചെമ്മന്നൂരിനെ വാർത്താ മാധ്യമങ്ങൾ ഇല്ലായ്മ ചെയ്യുകയാണ്, കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു. അതേ വാർത്താ മാധ്യമങ്ങൾ തന്നെ ബോബി ചെമ്മന്നൂരിനെ നെഞ്ചിലേറ്റുന്ന ജനങ്ങളുടെ വാർത്തയും ഇതുപോലെ ഏറിയാൻ ഇടവന്നത് ബോച്ച എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ ദൈവാധീനം കൊണ്ട് തന്നെയാണ്. ഒരുപാട് പേരെ ഇദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഒരുപാട് പേർക്ക് ഇദ്ദേഹം കൈ അയഞ്ഞ് സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വ്യക്തമായി എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ.
ഇവിടെ നിന്ന് രാവിലെ എനിക്ക് വന്ന മാതൃഭൂമിയിൽ എന്താണെന്ന് തോന്നുന്നു, ഒരു വാർത്താ മാധ്യമ പ്രവർത്തക അവർ പറഞ്ഞൊരു വാക്ക്, ബോബി ചെമ്മന്നൂരിന്റെ പത്തി മടങ്ങിയിരിക്കുന്നു. ബോബി ചെമ്മന്നൂർ പുറത്തിറങ്ങി വലിയ ഷോ ഒന്നും കാണിക്കാൻ അനുവദിക്കില്ലല്ലോ അല്ലേ, ആളെ ഒന്നും കൂട്ടാൻ അനുവദിക്കില്ലോ അല്ലേ, വലിയ സ്വീകരണവും കാര്യങ്ങളും ഒന്നും കോടതി അനുവദിക്കത്തില്ലായിരിക്കാം, പാസ്പോർട്ടും കണ്ടുകിട്ടുമായിരിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ വലിയ രീതിയിൽ തട്ടിവിടുന്നുണ്ട്. ഇവിടെ എന്ത് നിബന്ധനകളാണ് വെച്ചത്? സാധാരണഗതിയിൽ ഒരാൾക്ക് ജാമ്യത്തിൽ ഇറങ്ങുന്ന നിബന്ധനകൾ മാത്രമാണ്. പാസ്പോർട്ടും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട, 2 ജാമ്യക്കാര് 50,000 രൂപ, അത് മാത്രമാണ് ഇവിടെ ചെയ്തത്. ഇവിടെ കുറെ മാധ്യമപ്രവർത്തകർ കൊട്ടിഘോഷിക്കുകയാണ് വലിയ നിബന്ധനകൾ വെച്ചെന്ന്. എന്താണ് വലിയ നിബന്ധനകൾ ഇവിടെ വെച്ച്? എന്തിനാണ് ഇങ്ങനെ കള്ളപ്രചാരണം നടത്തുന്നത്? എന്തിനാണ് ഇങ്ങനെ കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത്? സാധാരണഗതിയിലുള്ള നിബന്ധനകൾ മാത്രമാണ് ബോബി ചെമ്മന്നൂരിന് ജാമ്യം കൊടുത്തപ്പോൾ ഹൈക്കോടതി പറഞ്ഞത്. അവിടെ എടുത്തു പറഞ്ഞൊരു കാര്യം, തുടർന്നും ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ ജാമ്യം നിഷേധിക്കുമെന്ന് പറഞ്ഞു. സ്വാഭാവികമായി അങ്ങനെ പറയണ്ടേ? അങ്ങനെ പറയാതിരിക്കാൻ മാത്രം വിഡ്ഢികളാണോ കോടതി? ഇവിടെ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ട് ജയിലിൽ പിടിച്ചുകൊണ്ട് പോകുന്നു, ജാമ്യത്തിൽ ഇറങ്ങുന്നു. അപ്പൊ വീണ്ടും പുള്ളി ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അത് തന്നെ ആവർത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ് പുള്ളിയെ പിടിച്ചുകൊണ്ട് പോയത് കൊണ്ടുള്ള ഒരു പ്രയോജനം? അതുകൊണ്ടാണ് കോടതി മുൻകൂട്ടി പറഞ്ഞത് ഇനി ആവർത്തിച്ച് കഴിഞ്ഞാൽ ഞാൻ ജാമ്യം റദ്ദാക്കുമെന്ന്. അത് പറഞ്ഞതാണ് ഏറ്റവും വലിയ നിബന്ധന എന്നാണ് മാധ്യമപ്രവർത്തകർ പറയുന്നത്. ഇവിടെ ഒരു നിബന്ധനയും വെച്ചിട്ടില്ല. സാധാരണഗതിയിലുള്ള നിബന്ധനകൾ തന്നെയാണ്. പാസ്പോർട്ട് എടുത്തിട്ടില്ല, പുള്ളിക്ക് എവിടെയും പോകാം, എവിടെയും സഞ്ചരിക്കാം. അദ്ദേഹം ഈ പറഞ്ഞ വക്കീലിനെ വെച്ച് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ തീർച്ചയായും നല്ലപോലെ ബാധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഈ കേസിൽ ബോച്ചയ്ക്ക് ജയിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ഈ കേസിൽ ബോച്ചയെ വെറുതെ വിടും. ഹണി റോസിന്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. 4 മാസം മുമ്പെയുള്ള സംഭവം അന്ന് പ്രതികരിച്ചില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ പ്രതികരിച്ചതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ടെന്നും കൂടി തെളിയിക്കപ്പെടാൻ ഒരുപക്ഷെ ബോബി ചെമ്മന്നൂരിന്റെ വക്കീലിന് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ബോബി ചെമ്മന്നൂരിനെ 100% വെറുതെ വിടും. എനിവേ, ബോബി ചെമ്മന്നൂർ ചെയ്തത് തെറ്റാണെന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ ഇതെല്ലാവർക്കും ഒരു പാഠമാണ്. ജനപക്ഷത്ത് നിൽക്കുമ്പോഴാണ് എപ്പോഴും വിജയം. ജനപക്ഷത്ത് നിൽക്കാൻ പഠിക്കുക. ആ ഒരു കാര്യത്തിൽ ഇവിടെ വിജയിച്ചത് ബോബി ചെമ്മന്നൂരാണ് തെളിയിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഹണി റോസ് ഒന്ന് പുറത്തിറങ്ങിയാണെന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഹണി റോസിന് കൂക്കുകളിയല്ല വേറെ എന്തെങ്കിലും കിട്ടുമോ? ഇപ്പോൾ ഒരു ഉദ്ഘാടനത്തിന് ഹണി റോസ് വന്നിരിക്കട്ടെ, ഒരു 4 പേര് ഹണി റോസിന് കൈയടിക്കാൻ വരുമോ? അവിടെ വരുന്നവർ മുഴുവൻ ഹണി റോസിനെ കൂകി വിളിക്കാനായിരിക്കും. അത്രയും അധികം ജനരോഷം ഹണി റോസ് ഇരന്നു വാങ്ങി. ഹണി റോസിന്റെ കുഴപ്പമില്ല, കൂടെ നിന്ന് ബുദ്ധി ഉപദേശിച്ച് കൊടുത്തവരാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എനിവേ, ഏറ്റവും സന്തോഷകരമായ കാര്യം, കഴിഞ്ഞ 6 ദിവസങ്ങളായിട്ട് ഏറ്റവും അധികം ആഗ്രഹിച്ചൊരു കാര്യമാണ് തന്നെയാണ് ബോബി ചെമ്മന്നൂരിനെ എപ്പോഴാണ് അദ്ദേഹത്തിന് മോചിതനാവാൻ സാധിക്കുക എന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ചൊരു കാര്യം തന്നെയാണ്. വളരെ സന്തോഷം. അത്രയും അധികം സന്തോഷം ഉണ്ടാവാൻ കാരണം ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള അനീതി ഭരണകൂടം ചെയ്തതിനോടുള്ള വലിയ ശക്തമായ പ്രതിഷേധം തന്നെയാണ് എന്റെയും ഈ കാണുന്ന ജനങ്ങളുടെയും ഈ ഒരു ജനരോഷവും ഈ സന്തോഷവും. എനിവേ, ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.